ഹായ്, എല്ലാവർക്കും മൈമൂനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് റൂട്ടീനായിട്ടാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ 5:30 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ പതിവ് പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങിയാണ്. അപ്പോൾ എണീച്ച് വന്ന പാടെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ട് ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കറി കടലയാണ്. അപ്പോൾ തലേന്ന് കുതിർത്ത് വെച്ച കടല കൊണ്ടാട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി ഉണ്ടാക്കാൻ ഞാൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, ലേശം വെളുത്തുള്ളി ചതച്ചത്, സവാള ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ കറി വെക്കൽ. തക്കാളി ഇടാറില്ല കേട്ടോ. തേങ്ങ അരക്കാത്ത കറിയാവുമ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇറക്കുമ്പോൾ ലേശം മല്ലിച്ചപ്പ് ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടങ്ങൾ കറി. തേങ്ങ അരക്കാതെ തക്കാളി ഇടാതെ വെച്ച് നല്ല ടേസ്റ്റ്. ഇന്ന് മദ്രസ സ്കൂളും ഒക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. നമുക്കെല്ലാം പെട്ടെന്ന് ആകണം. ഞാൻ രാവിലെ മദ്രസ കയറി 6:50 ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ മക്കൾ പോകട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ അവർ 10 മണിക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ടുപോവുകയല്ല ചെയ്യുക. മദ്രസ വിട്ട് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാം രാവിലെ തന്നെ കൊടുത്ത് വിടണം. നമുക്ക് പെട്ടെന്ന് ഒക്കെ റെഡി ആക്കണം. പിന്നെ നൂൽപുട്ടിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പത്തിരിപ്പൊടി നമ്മൾ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന പൊടി തന്നെയാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിയൊക്കെ വാട്ടിയിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടു. പിന്നെ നൂൽപുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങ ഇടാറുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു മണമാണല്ലോ വെന്ത് വരുമ്പോൾ. പുട്ട് കഴിക്കാൻ രസമായിട്ടല്ലേ, പക്ഷെ തേങ്ങ ഇട്ടാൽ നല്ല നമ്മൾ സാധാ പുട്ടിന് നല്ല മണം തന്നെ ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം അടുപ്പത്താട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കണം. തീയൊക്കെ കത്തിച്ച് അടുപ്പിലാണ് വെച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും അങ്ങനെ അടുപ്പ് കത്തിക്കൂല, ചില ദിവസങ്ങളൊക്കെ അങ്ങനെ കത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് മക്കളൊക്കെ മദ്രസയിലേക്ക് പോകാൻ തുടങ്ങിയിട്ടോ. എല്ലാം റെഡിയായി അവർ പോവുകയാണ്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.